യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ ഏതൊക്കെ വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26:63-64. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ദൈവപുത്രൻ എന്നുള്ള വാക്കുകൊണ്ട് ദൈവത്തിന് ഒരു സ്ത്രീയിലുണ്ടായ പുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തോട് സമത്വമുള്ളവൻ എന്നുള്ള അർത്ഥമാണ് എന്ന് മനസ്സിലാക്കുവാനാണ്. യോഹന്നാൻ 5:18 വാക്യം. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. എന്നാൽ എബ്രായർ 1:8 വാക്യത്തിൽ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ വിളിക്കുന്നത്, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന് ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്നുള്ള വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുത്രനായ യേശുക്രിസ്തുവും ദൈവമാണ്.